സ്നേഹിതരെ, ജഗന്നാഥ് സാറ് പ്രസംഗം തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, എന്നൊക്കെക്കാളൊക്കെ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഇന്നും വലിയ ജീവസ്പർശമുണ്ടെങ്കിലും അദ്ദേഹം എന്ന് പറയുന്നത് വിസ്മൃതിയിലായി കഴിഞ്ഞതാണ്. ഒരാൾ പോലും അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു പഠനമോ സെമിനാറോ അനുസ്മരണമോ പോലും സംഘടിപ്പിക്കാത്ത ഒരു കാലഘട്ടം. ഈ മാസമാകട്ടെ നിങ്ങൾ നോക്കുക, സുമർ അഴീക്കോട് ഉൾപ്പെടെയുള്ള വളരെ പ്രഗത്ഭരായ ആൾക്കാരുടെ സ്മൃതി ദിനങ്ങളുള്ള ഒരു മാസമാണ് ഈ ജാനുവരി. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ കക്കാടിനെ തിരഞ്ഞെടുത്തത്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചു? രണ്ട് പ്രത്യേകത. ഒന്ന്, അദ്ദേഹം അത്തരത്തിൽ ഓർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരാളാണോ ഒരു മലയാളി വായനക്കാരൻ, മലയാള സാഹിത്യത്തിന്, നമ്മുടെ സാംസ്കാരികത്തിന് എൻ കക്കാട്? ഒരിക്കലുമല്ല. ആ കവിതകളൊക്കെ ഇന്നും എത്ര ഉജ്ജ്വലമായ രീതിയിലാണ് വായിക്കപ്പെടുന്നതും അപഗ്രഥിക്കപ്പെടുന്നതെന്നും നമ്മൾ ആലോചിക്കണം. ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു പരിധി വരെ. അദ്ദേഹമാണ് വിസ്മൃതിയിലായെന്നുള്ളതാണ് സത്യം. കവിതകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോഴും കക്കാട് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ വിസ്മൃതിയിലായിപ്പോയി. ഇത് അദ്ദേഹത്തിന് മാത്രം സംഭവിക്കുന്നില്ല, നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് എൻ കക്കാട്. എത്രയോ കവികൾ ഇത്തരത്തിൽ ഓർമ്മിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ സങ്കടം വരുന്നത്. ഇവിടെ പരമേശ്വരൻ സാറ് പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ കവിത വായിച്ചാൽ ഒന്ന് ബുദ്ധിമുട്ടും വീർപ്പുമുട്ടലും ഉണ്ടാവുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതിനല്ല വീർപ്പുമുട്ടലുണ്ടാകുന്നത്. അത്ര മനോഹരമായ ആർദ്രമായ മനുഷ്യ മനസ്സിന് ഇത്രയധികം അപഗതിച്ചെഴുതിയ കവിതകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് ഓർക്കുമ്പോഴാണ് പരിതപിക്കേണ്ടി വരുന്നത് എന്നാണ് വാസ്തവം. ഒരു പരിധി വരെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ അതിനൊരു ഉത്തരമാകാൻ നമ്മുടെ സാഹിതിക്കും സാഹിത്യ പരിപാടികൾക്കും കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. എന്നാൽ പലപ്പോഴും അത്തരത്തിലുള്ള മഹാരഥന്മാരെയും അവരുടെ കവിതകളെയും അവരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, കവികളെയും കവിതകളെയും എടുക്കുമ്പോൾ നമുക്ക് അതിൽ കേൾവിക്കാരുടെ എണ്ണം കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു സമസ്യ. മഹാനായ കവിയുടെ കവിതകൾ പോലും പഠിക്കുവാനും കേൾക്കുവാനും കവികൾക്ക് കൂടി താല്പര്യമില്ലാത്തൊരു കാലം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ദുരന്ത വ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന സാംസ്കാരിക മണ്ഡലത്തിന് വലിയ രീതിയിൽ അപജയത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മാറേണ്ടതുണ്ട്. പുതിയ കവികൾക്ക്, അല്ലെങ്കിൽ മാഷൂടെ സൂചിപ്പിച്ചു പോയി, കവിതകളെക്കാളും കവികളുള്ള ഒരു കാലഘട്ടമായിരിക്കാം. നല്ല കാര്യമാണ്. അത് സാഹിത്യത്തിന്റെ വ്യാപനത്തെ കാണിക്കുന്നു, സാഹിത്യത്തിന്റെ സ്നേഹത്തെ കാണിക്കുന്നു. അവർ പോലും കവിതകളെ ചർച്ച ചെയ്യുവാൻ, നമ്മൾ പഠിക്കേണ്ട കവിതകൾ കേൾക്കുവാൻ, ആ കവികളെ കുറിച്ച് അറിയുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയ പരാജയം തന്നെ. ആ പരാജയം മാറ്റുവാൻ കുറച്ചെങ്കിലും നാം ഒന്ന് യത്നിക്കേണ്ടതുണ്ട്, ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട്. അവിടെ മാത്രമേ എന്തും എഴുതുന്നവരാകട്ടെ, കവിത മാത്രം ആകണമെന്നില്ല, കഥയോ നിരൂപണമോ എന്തും എഴുതുന്നവരാകട്ടെ, വായിക്കുന്നവരാകട്ടെ, അതിൽ പങ്കാളിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ വായനക്കാരാകുന്നുള്ളൂ, യഥാർത്ഥത്തിൽ അവർ സാംസ്കാരികപരമായിട്ടുള്ള ഒരു വിപ്ലവത്തിൻ്റെ ഭാഗമാകുന്നുള്ളൂ, അവർ എഴുത്തുകാരാകുന്നുള്ളൂ. ആ ഒരു ചുമതലാബോധം കാണിക്കേണ്ട കാലം അതിക്രമിച്ചു. അല്ലെങ്കിൽ വരാൻ പോകുന്നൊരു കാലഘട്ടം എത്ര ജീർണതകൾ നിറഞ്ഞ നിർജീവമായ ഒരു സാംസ്കാരിക ലോകത്തെയായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയധികം സ്വാഭാവികമാണ്. ഇപ്പം നോവലും കഥകളും വായിക്കുന്നവരുടെ എണ്ണം, ചർച്ച ചെയ്യപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കവിത അത്രയധികം ഇല്ലാത്തതിൻ്റെ ഒരു കാരണം കവികൾ തന്നെ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. അത് ആ മാനസികാവസ്ഥ കവികൾക്ക് മാറണം. ഒരു പക്ഷേ ഞാൻ കരുതുന്നത് പുതുകവികൾ പഴയ കവിതകൾ വായിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകാത്തത് അതെങ്ങാനും വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനിനി എഴുതേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്നത് ഓർത്തുകൊണ്ടാണ്. വിമർശനാത്മകമാണ്. ഞാൻ എൻ്റെ വായനാ ബോധ്യം വിമർശനമാണ്. അനിൽജി അടക്കം, അല്ലെങ്കിൽ രാജേന്ദ്രൻ സാർ ഉൾപ്പെടെ നിരവധി കവികൾ കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരെ എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു വികാരം ഞാൻ പങ്കുവെക്കുകയാണ്. ആ വായനയുടെ ഒരു അഭാവം പുതു കവിതകളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു പക്ഷേ ഇത്രയും നല്ല കവികൾ വൈലോപ്പിള്ളി ആണെങ്കിലും, അല്ലെങ്കിൽ കക്കാട് അടക്കം ONV അടക്കമുള്ള കവികളൊക്കെ നമുക്ക് സമ്മാനിച്ചപ്പോൾ അവർക്ക് മുന്നിൽ അവർ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കവികളുടെയും കവിതകളുടെയും നീണ്ടുനിര തന്നെയുണ്ട് എന്ന് കാണേണ്ടി വരും. അതുണ്ടാകാത്തതായിരിക്കാം കവിതയ്ക്ക് എന്തെങ്കിലും അപജയമുണ്ടെന്ന് വിമർശകർ പറഞ്ഞാൽ
ചിലപ്പോൾ അതിന് കാരണം. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന, വ്യക്തിപരമായിട്ട് വായിക്കുന്ന കവിതകളാണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വായിക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരം അനിൽവ്യ, ഇപ്പൊ വരാൻ പോകുന്ന രാജേന്ദ്രൻ സാറിന്റെ കവിതകളുടെ ഒരു സമാഹാരം വരുന്നുണ്ട്. കെ വി രാമകൃഷ്ണ മാഷിന്റെ ഖണ്ഡകാവ്യം നമ്മുടെ അടുത്ത കാലം. ഇതൊക്കെ തന്നെ കവിത, ഈ ആധുനിക കവിതകൾ തന്നെയാണ്. അതൊക്കെ എത്രയോ മികച്ച നിലവാരം പുലർത്തുന്ന കവിതകളാണ്. ആ കവിതകൾ പോലും ചർച്ച ചെയ്യാനും അത് കേൾക്കുവാനും വായിക്കുവാനും ആസ്വാദകർ ഉണ്ടാകില്ല എന്ന് പറയുന്നത് ജീർണതയുടെ മുഖമാണ്. അത് ഒരിക്കലും ഭൂഷണമല്ല മലയാളിക്കും മലയാള സാഹിത്യത്തിനും. മാറേണ്ടതുണ്ട്, മാറ്റപ്പെടേണ്ട, അതിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളിടത്താണ് ഇന്നത്തെ കക്കാടിന്റെ ഈ സ്മൃതിയുടെ പ്രസക്തി ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് യഥാർത്ഥത്തിൽ വസന്ത മാഷിനെ പോലുള്ള ഒരാൾ, കെ രഘുനാഥ് സാറിനെ പോലുള്ള ഒരാൾ, സരസ്വതി ടീച്ചറെ പോലുള്ള ആൾക്കാരൊക്കെ എത്രയോ പഠിപ്പിച്ച് അല്ലെങ്കിൽ എത്രയോ അറിവുള്ളവരാണ്. അവരാണ് നമ്മളോട് സംസാരിക്കാൻ വന്നതെന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് മറ്റെങ്ങും ഈ ഒരു അസുലഭ സന്ദർഭം കിട്ടിയെന്നിരിക്കില്ല. ഇതേ വേദി നമ്മൾ മറ്റൊരിടത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ സംഘടിപ്പിച്ചു എന്നുണ്ടെങ്കിൽ 10 പേര് പോലും തികച്ച് കേൾക്കാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് അവസ്ഥ. ആ അവസ്ഥ ഇവിടെ ഉണ്ടാകാത്തത് മഹാഭാഗ്യമാണ്. പക്ഷേ നോവലുകളും കഥകളും മറ്റ് പരിപാടികളും സംഘടിപ്പിക്കുന്ന അതേ നിലവാരത്തിൽ അല്ലെങ്കിൽ അതേ താല്പര്യത്തോടു കൂടി ഒരു പടിക്ക് മുകളിൽ കവിതകൾ കേൾക്കുവാനും ആസ്വദിക്കാനും ചർച്ച ചെയ്യാനും നമ്മൾ തയ്യാറാകുന്നിടത്ത് നമ്മുടെ സാംസ്കാരിക മൂല്യം എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുകയുള്ളൂ. കവിത ഇല്ലാത്ത സാഹിത്യം നിർജീവമായിരിക്കും, വരണ്ടുണങ്ങും. അത് മരുഭൂമിക്ക് തുല്യമാണ്. കഥകളും നോവലുകളും ഞാൻ കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. ഞാൻ ഒരിക്കലും കഥയും നോവലും കുറ്റം പറയുകയില്ല. പക്ഷെ കവിതയില്ലാത്ത, കാവ്യാത്മകമല്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. കക്കാട് സ്വന്തം വ്യഥകളും ജീവിതവും അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും കവിതയിലൂടെ അവതരിപ്പിക്കാതെ കഥയിലൂടെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എത്ര മോശമായെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ആ കാവ്യ ഭംഗി അദ്ദേഹത്തിന് വഴങ്ങിയതാണ് ഇന്നും നമ്മൾ ഈ സഫലം, ഈ യാത്രയും പകലർദിക്ക് മുമ്പും ഇപ്പോൾ ഇവിടെ പാടിയ കവിതകളെല്ലാം പാടി നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മരണവും അനുഭവങ്ങളും ഒക്കെ അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരാവുന്നതിൽ കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് കാണുമായിരിക്കാം അദ്ദേഹത്തിന്റെ കാവ്യ പ്രമേയങ്ങളിൽ ഈ കവിതകൾക്ക്. പക്ഷെ അതല്ലാത്ത എത്രയോ കവിതകൾ രഘുനാഥ് സാർ അടക്കം ഇവിടെ വായിക്കുകയുണ്ടായി. അതുപോലെ പരമേശ്വരൻ സാർ വായിച്ച കവിതയും ഞാൻ യഥാർത്ഥത്തിൽ വായിച്ചിട്ടില്ലാത്തൊരു കവിത, എനിക്ക് അതിൽ വലിയ സന്തോഷം തോന്നി. അത്തരം കവിതകളൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിലൊരു ചർച്ച നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രാധാന്യമുണ്ട്. അത് തേടി യുവകലാ സാഹിത്യയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് EM സതീശൻ ഇവിടെ വന്നതെന്നുള്ളതാണ്. കക്കാടിന്റെ പരിപാടി എന്നുള്ളതുകൊണ്ട് മാത്രം. കാരണം കക്കാടിന്റെ പരിപാടി ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നുള്ളത്. ജീവിതത്തിൽ അപ്പൊ വസന്ത മാഷ്, രഘുസാറും സരസ്വതി ടീച്ചറുണ്ട് എന്നറിഞ്ഞപ്പോൾ അതൊന്ന് കാണാൻ കേൾക്കാന്ന് കരുതുക. അവർ വന്നപ്പോൾ ഇത്രയും ആൾക്കാരെങ്കിലും അത് കേൾക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരൊക്കെ സാംസ്കാരിക നായന്മാരാണ്, സാംസ്കാരിക സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരാണ്, വലിയ രാഷ്ട്രീയ പിൻബലമുള്ള സംഘടനകളാണ് അതൊക്കെ. എന്നിട്ടും ചർച്ചകൾ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞാൽ തന്നെയും ഒരാളെപ്പോലും സദസ്സിലുള്ളവർ എന്ന് പറഞ്ഞാൽ വേദിയിലിരിക്കുന്നവരെക്കാളും എണ്ണം വളരെ കുറവാണ് എന്നുള്ള അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാഹിത്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ഇത്തരം പരിപാടികളുടെ പ്രസക്തി എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ എന്നുള്ളത് നിങ്ങളെ മുന്നിൽ വെക്കാനുള്ള, ഇത്തരം പരിപാടികൾ മറ്റൊരിക്കലും നമുക്ക് എവിടെ നിന്നും ഇനി കിട്ടാൻ സാധ്യതയേ ഇല്ലാത്തതാണ്. അപ്പോൾ ഇത്തരം പരിപാടികൾ വരുമ്പോൾ ആ എന്താണോ സംഘാടക സമിതിയുടെ മനസ്സിലുള്ള ആ ആവേശം അത് ഉൾക്കൊള്ളാൻ നിങ്ങളും അംഗങ്ങളെന്ന നിലയിൽ നമ്മളെല്ലാവരും തയ്യാറാകുന്നിടത്താണ് ആ ദൗത്യത്തിൻ്റെ പൂർണ്ണത ഇരിക്കുന്നത്, വിജയമിരിക്കുന്നത്. അപ്പം അത് വിജയിപ്പിക്കാനുള്ള ആ ബാധ്യത എല്ലാവർക്കും ഉണ്ട്. കാരണം അങ്ങനെ തീർത്തും ആൾക്കാരില്ല വന്നാൽ നമുക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. എക്കാലത്തും ആളെ കൂട്ടണമെങ്കിൽ ജയരാജുവാരെ മാത്രം കൊണ്ട് നിർത്താൻ നമുക്ക് സാധിക്കില്ലല്ലോ, അത് ശരിയുമല്ലല്ലോ, ഇല്ലേ? അപ്പോൾ അതിനെ ആ രീതിക്ക് അംഗീകരിക്കും. ഫോട്ടോ വെച്ചിട്ട് 20ാം നൂറ്റാണ്ടിലെ കവിതകളെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മള് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ ആ കൂടുതൽ കക്കാട് അതൊക്കെ മാഷ് പിന്നെ അതിന്റെ 2-3 ഭാഗങ്ങളുണ്ട്, 3-4 വരും. യഥാർത്ഥത്തിൽ മാഷ് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണ ആ ഒരു ലിസ്റ്റ് കണ്ട് എനിക്ക് വളരെ അതിശയം തോന്നിപ്പോയി.
അതിൽ കക്കാടൊക്കെ വരുന്നുണ്ട് ലാസ്റ്റ്. വരണമെന്ന് ആഗ്രഹിക്കാം. അത് അന്ന് നമ്മൾ നടത്തിയ ആ ക്യാമ്പ് തന്നെ ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടി ശരിവെക്കുന്നതാണ്. അന്ന് സാഹചര്യം അങ്ങനെ കൂടി ആ ക്യാമ്പിൽ വന്നില്ല എന്നുള്ള അവസ്ഥ അധ്യാപകർക്ക് വേണ്ടി നടത്തിയ ക്യാമ്പാണ്. അനുസ്മരണമൊന്നുമല്ല, ഇവിടെ നമ്മൾ കവിതകൾ ചൊല്ലി കവിതകളെ അപഗ്രഥനം ചെയ്തു. അതായത് ജീവിതത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് കണക്കിടുക, അതെല്ലാം പറയാൻ ശ്രമിച്ചു. ഇതെല്ലാം പറയുന്നിടത്താണ് ഒരു കവിയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അദ്ദേഹത്തെ വായിക്കുക എന്നുള്ളതാണ്. കവിതയെ വായിക്കുന്നതോടൊപ്പം കവിയെ വായിക്കുക എന്നുള്ളതാണ്. അതാണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പൊ അത്തരം പരിപാടികൾക്ക് പ്രസക്തി മനസ്സിലാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്ക് എല്ലാവരുടെയും മുൻപിൽ വെക്കാനുള്ള. കവിതയൊന്നും ഇല്ലാത്തൊരു കാലം, കവിത ചർച്ച ചെയ്യാത്തൊരു കാലം എന്ന് പറയുന്നത് അസംഭാവ്യമാണ്. നമ്മുടെ സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയാത്തതാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കവിതയും പാട്ടും സംഗീതവും ഇല്ലാത്ത ലോകം എത്രമാത്രം നിർജീവമായിരിക്കുന്നു മാത്രം ആലോചിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതോടൊപ്പം എനിക്ക് കവിത പാടാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലായിരുന്നു. മാഷ് നിർബന്ധിച്ചപ്പോൾ മാത്രം ഞാൻ പാടിയതാണ്. അതിൽ ആക്ച്വലി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്നേക്കാളും നന്നായിട്ട് കവിത ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ തന്നെ വേണം, നന്നായിട്ട് ചൊല്ലുവാനും ആ കവിതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയാവുന്നവർ വേണം മുന്നോട്ട് പോകാൻ. ഭാഗ്യവശാൽ ശരത്തും ചന്ദ്രമോഹനും അനിലും ഇപ്പൊ പരമേശ്വരൻ സാർ ഉൾപ്പെടെ അതിനൊരു സംഘം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തികച്ചും അഭിമാനകരമാണ്. നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അതിന് കിട്ടുന്ന ഒരു വ്യാപ്തി, ഒരു സ്വാധീനം വളരെ വലുതായിരിക്കും. കവിത വെറുതെ ചൊല്ലി പോകുന്നിടത്ത് എന്തുകൊണ്ടാണ് നമ്മൾ പല കവിതകളും ഓർത്തിരിക്കുന്നത്? ഒരു അധ്യാപകരെ ഇവർക്ക് അറിയായിരിക്കും. പല കവിതകളും വൈലോപ്പള്ളിയുടെ ആണെങ്കിലും ആശാന്റെ ആണെങ്കിലും വളർത്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും ഓർത്തിരിക്കും? നമ്മളത് ചൊല്ലിപ്പഠിച്ച ആ ശൈലിക്കാണ് ഒന്നാം സ്ഥാനം. ആ ശൈലിയിൽ നമ്മൾ ചൊല്ലി പഠിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോഴും അത് ബൈഹാർട്ട് ചെയ്ത് ഓർത്ത് വെക്കുന്നതെന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പൊ ഇപ്പോഴും അത്തരം കവിതകൾ ഈ ആധുനിക കവികളിൽ തന്നെ കുരിപ്പുഴയും ചുള്ളിക്കാടിനെയൊക്കെ നമ്മൾ അവരുടെ കവിതകൾ ഇപ്പോഴും ഓർക്കാൻ പറയും. എന്നാൽ ഇപ്പോൾ എഴുതിയിട്ടുള്ള ഒരു കവിയുടെ ഏതെങ്കിലും ഒരു കവിത 4 വരി പറയാൻ പറഞ്ഞാൽ ആകെ പ്രശ്നമാകും. നമുക്ക് ഓർമ്മയിലുണ്ടായില്ല. ചൊല്ലിപ്പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആ പഠിച്ച കവിതകളൊക്കെ നമുക്ക് ഈ തലമുറ വരെ എങ്കിലും അത് വളരെ സുരക്ഷിതമാണ് ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് ആശ്വസിക്കാം. ഇനി നമ്മൾ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കവിതയും കൃതജ്ഞതയുമായിട്ട് അനുജയെ ക്ഷണിക്കും.